ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ഒരു തെറ്റ് തിരുത്തലാണ് ഈ വീഡിയോ. അതായത് ഇങ്ങനെ ഒരു ഡിവൈസ് ഞാൻ ഇതിനു മുമ്പ് ഒരു 3-4 വീഡിയോക്ക് മുമ്പായിട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ തരത്തിലുള്ള USB പ്ലെയർ ഉണ്ടാക്കിയാൽ നമുക്ക് ഏത് തരം പഴയ ഡിവൈസ് ആയാലും USB ബ്ലൂടൂത്ത് ഒന്നുമില്ലാത്ത ഏത് ഡിവൈസ് ആയാലും നമുക്ക് അതിനകത്ത് ഇത് കണക്ട് ചെയ്തിട്ട് ആ ലൈനൗട്ട് കൊടുത്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളും വളരെ ചിലവ് കുറഞ്ഞതുമായ രീതിയിൽ നമുക്കത് വളരെ അധ്വാനം കുറഞ്ഞതായ രീതിയിലും നമുക്കത് ഡിവൈസ് ബ്ലൂടൂത്ത് ആക്കി മാറ്റാം. അപ്പോൾ ചെയ്തതിൽ വർക്കിൽ കുറച്ച് ഫോൾട്ടുകൾ അന്നത്തെ വീഡിയോയിലുണ്ട്. അത് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കമൻസിൽ അത് പറയണ്ടായി. അപ്പോൾ എന്തായാലും അത് ഞാൻ തന്നെ തിരുത്തേണ്ടതാണ്. അതെൻ്റെ തെറ്റാണ്. അപ്പോൾ അത് തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തിരുത്തി പറയുക വേണം. ഇത് പറയേണ്ട കേസാണ്. കാരണം വളരെ റിസ്ക് ഉള്ള ഒരു കേസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഭാഗം ഈ അഡാപ്റ്റർ തന്നെയാണ്. ഈ 5 വോൾട്ട് അഡാപ്റ്റർ ഞാനിവിടെ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും റിസ്ക്കി ആയിട്ട് എനിക്ക് അറിയാവുന്നതും എല്ലാവരും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും ഇത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഈ സ്റ്റിക്കർ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ പശ വിടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഈ കേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സൈഡിലോ മുകളിലോ എവിടെയും ടച്ച് ആയാൽ ഇത് തൊടുന്നാക്കോ അല്ലെങ്കിൽ ഈ ലൈന് കൊടുത്തോടത്തൊക്കെ ഫുള്ള് ഷോക്ക് അടിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് നന്നാക്കി ഗ്ലൂ ചെയ്ത് ഇതിനകത്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂ ചെയ്ത് നന്നാക്കി ഇവിടെ ഈ ഏരിയയിലായിട്ട് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് ഇളകി പോകുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നാക്കി സ്ട്രോങ്ങിൽ ഗ്ലൂ വെച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇളകി പോരുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ഭാഗങ്ങൾ ഇളകി പോന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ AC കോഡിൻ്റെ ഈ ഏരിയ ആയിട്ടും നമ്മുടെ AC കോഡ് സോൾഡർ ചെയ്ത ഭാഗത്തായിട്ടും എല്ലായിടത്തും ഞാൻ ഗ്ലൂ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ ആയിരുന്നു ഇതിനകത്ത് ഏറ്റവും റിസ്കി ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പിന്നീട് വിട്ടുപോയ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ FM ആൻറ്റിന കൊടുക്കാനുള്ളൊരു കാര്യവും. രണ്ടാമത്തത് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ട് എക്സ്റ്റേണൽ ഈ ഏരിയ കൂടെ കണക്ട് ചെയ്യുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്നോട് പറ്റിയ തെറ്റ് തന്നെയാണ്. ഞാനത് ആഡ് ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മളത് തിരുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ട് എക്സ്റ്റേണൽ, അതായത് ഈ ഓക്സ് ഇൻപുട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലുള്ളത് കൂടാതെ നമുക്ക് ഈ ഓക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ സെറ്റോപ്പ് ബോക്സോ മറ്റൊക്കെ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ അകത്ത് താഴെ ഭാഗത്തുള്ള റെഡും വൈറ്റാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ. അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്ഷൻ ഈ ടൈപ്പായിട്ട് ഇവിടെ കണക്റ്റ് ആയി കാണുന്നത്, ഒന്ന് ഇടവിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതിലേക്കുള്ള ഓക്സ് ഇൻപുട്ടിന് കാണുന്നത് ഈ സെഷനിലുള്ള ലാസ്റ്റത്തെ ഭാഗമാണ്. ഇത് രണ്ടും ലൈൻ ഔട്ട്, അതായത് വൈറ്റും റെഡും ലൈൻ ഔട്ടും ഇത് രണ്ടും ഇൻപുട്ടുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. 2 ഇവിടെ എക്സ്ട്രാ ഉണ്ട്. അതായത് ഈ കളർ ഉപയോഗിക്കാനുള്ള ആവശ്യം വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തത്. അതല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്യാമായിരുന്നു. അപ്പോൾ ആ കളർ ഉപയോഗിക്കാനുള്ള ആ ടൈപ്പ് കണക്ടർ അന്ന് കിട്ടാത്തതും മറ്റൊരു ഫോൾട്ടാണ്. അടുത്തത് ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ചെറിയൊരു ഹോൾ കാണാം. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ഈ ആൻറ്റിന വയർ പുറത്തേക്ക് ഇട്ടിട്ട് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ട ആൾ ഇതിനകത്ത് ആൻറ്റിന വയർ അധികം നീളം ഇടണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത് നമ്മളിവിടെ ചെറിയൊരു കണക്ടർ ഇട്ടത്. അവർ എക്സ്റ്റേണൽ ഇതിന്ന് മുകളിൽ നിന്ന് ആഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് ആവശ്യമുള്ള അത്രയും നീളത്തിൽ ആൻറ്റിന വയർ ഇടാൻ വേണ്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്ത് ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഇനി പഠിക്കണ്ട. അങ്ങനെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇനി ഇളകി പോന്നിട്ടുള്ള റിസ്ക് ഇനി പഠിക്കാനില്ല. അത് ഇളകി പോരണമെങ്കിൽ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് തീരുമാനമായതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ വെക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കണക്ടർ വാങ്ങി നമുക്ക് അതിനകത്തേക്ക് ഒരു സാധാരണ ചാർജർ കണക്ട് ചെയ്യുന്ന രൂപത്തിൽ 5 വോൾട്ട് കൊടുത്താൽ നമുക്ക് എല്ലാവിധ റിസ്ക് ഒഴിവായി ഫ്രീ ആയി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ഷോക്ക് അടിക്കുക, അപകടം വരിക, അങ്ങനെയുള്ള യാതൊരു പേടിയും ഇങ്ങനെയുള്ള ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെയുള്ള കണക്ടർ ഉപയോഗിച്ച ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ പേടിക്കാനില്ല. അപ്പോൾ അതെന്നോട് പറ്റിയൊരു ഫോൾട്ടാണ്. അത് ഞാനിവിടെ തിരുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരുത്തി എന്നെ കമൻറ്റിൽ അറിയിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ എന്തായാലും എന്നോട് അങ്ങനെ തെറ്റ് പറ്റാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഒരുപാട് വീഡിയോകളിൽ ഈ AC ഇൻപുട്ട് സെക്ഷൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ. ആ AC ഇൻപുട്ട് സെക്ഷൻ അത്ര അലസമായിട്ട് കൈകാര്യം ചെയ്തത് ലേശൊരു തെറ്റായിപ്പോയി. അപ്പോൾ അത് എന്തായാലും എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു വിഷയമില്ലാതെ, അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ ഉള്ള വീഡിയോയിൽ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് പിന്നെയും താങ്ക്സ്. അപ്പോൾ എന്തായാലും അത് വളരെ ശ്രദ്ധിച്ച് അതിനുള്ള ആ ഒരു കാര്യങ്ങൾ കണ്ടെത്തി എന്നെ അറിയിക്കുക എന്ന് പറയുമ്പോൾ ആ വീഡിയോ വളരെ വ്യക്തമായി അവർക്ക് വാച്ച് ചെയ്തു. അതെല്ലാം മനസ്സിലാക്കി അതിനകത്ത് എൻ്റെ ഭാഗത്തുള്ള ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ കാണിച്ചതിന് തന്നെയാണ് ഏറ്റവും വലിയ താങ്ക്സ്. അതെന്തായാലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ അതിൻ്റെ യുക്തിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ മാന്യമായ രീതിയിൽ നമ്മളത് ചെയ്ത് കാണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.